ഹലോ, നമ്മളിന്ന് പീക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലം 1-2 സ്ഥലം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ അടുത്ത പ്ലാൻ എന്താ? റൂം ചെക്കൗട്ട് ചെയ്യുന്നു, നമ്മൾ പോകുന്നു. അതെ, ഇനി ഞങ്ങൾ റൂം ചെക്കൗട്ട് ചെയ്യുന്നു, ഇവിടുന്ന് പോകുന്നു. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ നെക്സ്റ്റ് പ്ലേസിൻ്റെ വിശേഷങ്ങൾ കാണാം. ലൈറ്റ്സ് ഒന്നും വന്നിട്ടില്ല, ആകെ ഫുള്ള് ക്ലൗഡി ആയിട്ടിരിക്കും. ഇപ്പോഴും രാത്രി പോലുണ്ട്, ലൈറ്റ്സ് ഒന്നും വന്നിട്ടില്ല. നമുക്ക് നോക്കാം. അപ്പം നമുക്ക് സാധനങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇറങ്ങാം. പിന്നെ ഒന്നാമത് ഇവിടെ ഹില്ലി ഏരിയ ആണല്ലോ, അതുകൊണ്ട് നല്ല ഫോഗുണ്ട് ഇവിടെ. ഈ തണുപ്പത്തെ കാരണമാവോ ബൈക്കിലൊക്കെ വന്നേക്കുന്നത് ഇവിടെ. യെസ്, അപ്പം നമ്മൾ വണ്ടിയിൽ കയറി ഇനി നമ്മൾ പോവാം. ഇന്നിനി സൂര്യൻ വരുമോ ആവോ? മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഇന്ന് സൂര്യൻ വരുന്ന ലക്ഷണമില്ലെന്ന് തോന്നുന്നു. സൺറൈസ് ആയിട്ടില്ല, സൺറൈസിൻ്റെ ടൈം ആവുന്നതേ ഉള്ളൂ. 7:30, 8 o'clock ആ ഒരു ടൈമാണ് സൺറൈസ്. വെറുതെ സൺറൈസ് എന്ന് പറയാന്നുള്ളതേ ഉള്ളൂ, പ്രത്യേകിച്ച് സൺഷൈനിങ് ഒന്നും ഉണ്ടാവില്ല. കുറച്ചും കൂടി ഒരു ലൈറ്റ് വരും, അത്രേ ഉള്ളൂ. ഈ സമയത്ത് പോലും റോഡൊക്കെ അത്യാവശ്യം തിരക്കാം. ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട്. In 300 yards, use the middle lane to turn slightly right onto St. Mary's Road, A61. ഇവിടെ എത്തിയപ്പോഴത്തേന് ഭയങ്കര വിജനമായിട്ടുള്ളൊരു സ്ഥലം. ഇവിടെ ഒന്നുമില്ല, ഫുൾ ഇങ്ങനെ എംപ്റ്റി സ്പേസ്. മരുഭൂമി എന്ന് പറയാൻ പറ്റത്തില്ല, ഇവിടെ ഫുൾ വല്ലാത്തൊരു സ്ഥലം. മൊത്തത്തില് ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. ഇവിടെ ഫുള്ള് ഫോഗ് കൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ദൂരെയായിട്ടുള്ള വ്യൂസ് ഒന്നും കിട്ടുന്നില്ല. ഇതാ ഈ ഒരു വ്യൂ ആണ് കേട്ടോ, നല്ല രസമുണ്ട് ഇത്. ഈ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഫോണിൽ നമുക്ക് അത്രയ്ക്ക് ആ ഒരു ഭംഗി കിട്ടുന്നില്ല, പക്ഷെ ഇത് നേരിട്ട് കാണാൻ അടിപൊളി. ഇത്ര രാവിലെ തന്നെ ഇവിടെ ഇത്രയും വണ്ടികൾ നടപ്പുണ്ട്. ഇവരൊക്കെ എവിടെ പോയിന്ന് ആരെയും കാണാനില്ല ഈ പരിസരത്തൊന്നും, പക്ഷെ ഇത്രയും വണ്ടികൾ നടപ്പുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു മേ ബി അവർ ഹൈക്കിങ്ങിനൊക്കെ വന്നതായിരിക്കും. ഇവിടെ വണ്ടി ഇട്ടിട്ട് ഇവരൊക്കെ നടക്കാൻ പോയിട്ടുണ്ടാവും. നല്ല തണുപ്പുണ്ട് കേട്ടോ, നന്നായിട്ട് തണുക്കുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് താഴോട്ട് പോയി നോക്കാം ഇവിടെ വ്യൂ എങ്ങനെയാണെന്ന്. നമുക്ക് ഒരുപാട് താഴ്പ്പാൻ പറ്റത്തില്ല, അത് ശരിക്കും നടക്കണം. നമുക്ക് നടക്കാനൊന്നും അത്ര താല്പര്യമില്ല, സോ നമുക്ക് ഇത്തിരി ദൂരെ നിന്ന് കണ്ടിട്ട് പോവാം. ഇതുവഴിയാണോ ഇറങ്ങിയേ? ഏതാ ഇതോ? ഓ, ഇത് വലിക്കാനുള്ള ആരോഗ്യം എനിക്കില്ല ഗൈസ്, എനിക്ക് പറ്റില്ല. നല്ല സ്ട്രോങ് ആയിട്ടുണ്ടല്ലോ അത്.
ആര് പറഞ്ഞു? നന്നായിട്ട് എനിക്ക് അത് ഭയങ്കര പാട് വലിക്കാൻ. അത്രയ്ക്കൊന്നും എനിക്ക് എനർജി കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞില്ല, ഇവിടെ ആൾക്കാരൊക്കെ രാവിലെ ഇത്രയും തണുപ്പിലൊക്കെ ഇവർ വന്ന് ഓടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവരെ കൊണ്ട് ഇതിനൊക്കെ കഴിയുള്ളൂ, നമ്മളെ കൊണ്ട് അതിനൊന്നും കഴിയില്ല. ഇത് ശരിക്കും ഷെഫീൽഡ് സിറ്റിയിൽ നിന്ന് കുറച്ച് അടുത്ത് തന്നെയാണ്. നോർമലി ഇങ്ങനെയുള്ള മൗണ്ടൻസോ ഇങ്ങനെയുള്ള ഹില്ലി ഏരിയാസൊക്കെ നമ്മൾ സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെയായിരിക്കും, നമുക്ക് ഒരുപാട് ഡിസ്റ്റൻസ് ഡ്രൈവ് ചെയ്യേണ്ടി വരും. പക്ഷേ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ സിറ്റിയുടെ അടുത്തായിട്ട് തന്നെയാണ്. എത്ര മൈൽ നമ്മൾ വന്നിട്ടുണ്ടാവും? ഒരു 5-6 മൈൽ നമ്മൾ വന്നിട്ടേ ഉള്ളൂ. അപ്പോഴത്തേന് തന്നെ ഇങ്ങനെ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടിയത്. ഈ ഹൈറ്റ് പേടിയുള്ളവർക്കൊന്നും വരാൻ പറ്റിയ സ്ഥലമല്ല കേട്ടോ. അത്യാവശ്യം നല്ല ഹില്ലി ആയിട്ടുള്ള സ്ഥലമാണ്. ഹലോ, ഇതാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളിവിടെ വണ്ടി നിർത്തിയപ്പോൾ 2 പേര് വന്ന് എത്തി നോക്കിക്കൊണ്ട് നിൽക്കുക. ഇങ്ങോട്ട് കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇവന്മാർ പേടിത്തൊണ്ടന്മാരാ. അപ്പോഴേ പോയി അവിടെ നിന്ന്. നമ്മൾ ഈ പീക്ക് ഡിസ്ട്രിക്റ്റിലെ ഒരു ഫേമസ് ആയിട്ടുള്ള റിസർവോയർ കാണാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്, ലേഡി ബോവ റിസർവോയർ. അപ്പുറം കാണുന്നതാണെന്നാണ് ഞങ്ങളുടെ ഒരു അത് തന്നെ. ഈ കാണുന്ന റിസർവോയർ ആട്ടോ. നമ്മൾ ജസ്റ്റ് റോഡ് സൈഡ് വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് കരുതി. ഇതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിപ്പോൾ വിൻ്റർ ടൈമൊക്കെ ആയതുകൊണ്ടായിരിക്കും റിസർവോയറിൽ വാട്ടർ ലെവൽ ഭയങ്കര കുറവായിരുന്നു. ഞങ്ങളിങ്ങനെ ഡ്രൈവ് ചെയ്ത് വന്നപ്പം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് കണ്ടു. അങ്ങനെ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം ഈ ഒരു പ്ലേസിൽ ഇറങ്ങി നടന്നു. നല്ല രസമായിരുന്നു ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ പോകുന്ന ഈ ഒരു വഴി വിന്നറ്റ് പാസ് എന്നാണ് പറയുന്നത്. ഇവിടുത്തെ വേറൊരു ബ്യൂട്ടിഫുൾ അട്രാക്ഷൻ പോയിൻ്റ് ആണ് ഈ വിന്നറ്റ് പാസ് എന്ന് പറയുന്നത്. ഇവിടെ കൂടുതൽ ആൾക്കാർ ഈ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡിൽ മൗണ്ടൻ റേഞ്ചസ്, അപ്പോൾ അതിൻ്റെ നടുക്കൂടി ഇങ്ങനെ റോഡ് പോയിക്കൊണ്ടിരിക്കുക. ഈ റോഡിൽ കൂടെ ഇങ്ങനെ പോകുന്നത് ഭയങ്കര രസമാണ്, നല്ല രസമുള്ളൊരു വ്യൂ. ഇവിടെ ഫുള്ള് ഫോഗ്. നോക്കിയാൽ അതിൻ്റെ മുകളിൽ ആൾക്കാർ നിൽക്കുന്നത്, ഏറ്റവും ടോപ്പിൽ. നമ്മൾ വന്നപ്പോൾ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഒത്തിരി ഷീപ്സിനെ കണ്ടു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ചുമ്മാ ഇവിടെ ഒന്ന് ഇറങ്ങി കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഭയങ്കര പേടിത്തോണ്ടന്മാരാ, കണ്ടപ്പോഴേ ഓടി രക്ഷപ്പെടുക. നോക്കി നോക്ക്. ഹലോ, കമോൺ. ഇടിക്കുവോ? പേടിയാ, ഭയങ്കര പേടിയാ. നമ്മൾ അടുത്ത് പോകുമ്പോഴത്തേക്കിന് ഓടി ദൂരെ രക്ഷപ്പെട്ടു പോവും, നിൽക്കൂല. അല്ലല്ല, പോവും, നിൽക്കത്തില്ല. ഭയങ്കര പേടിയാ. നല്ല രസമുണ്ട് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഫുള്ള് ഫോഗാണ് ഇവിടെ. നമുക്ക് ക്ലിയറായിട്ട് ഒന്നും കാണാൻ പറ്റില്ല. ഇങ്ങനെ മല ഫുള്ള് നമുക്ക് ഫോഗ് വെച്ച് കവർ ചെയ്തേക്കുക, ഫുൾ ഫോഗ് കവർ ചെയ്തേക്കുക. അതുകൊണ്ട് നമുക്ക്
ദൂരെ ഒന്നും കാണാൻ പറ്റില്ല, ഇങ്ങനെ മലകൾ മാത്രം നമുക്ക് കാണാൻ പറ്റുള്ളൂ, അത്രയ്ക്കുള്ള വ്യൂവേ ഉള്ളൂ. പക്ഷെ നല്ല രസമാണ് വർത്തി പ്ലേസ്. ആടിനെ പിടിക്കാൻ നോക്ക്, ഓടി രക്ഷപ്പെട്ട്. അതിനെ ഓടിക്കണ്ട, പാവ അവിടെ നിൽക്കട്ടെ, ഇങ്ങ് പോന്നേക്ക്. നമ്മളിനി തിരിച്ച് നമ്മുടെ കാറിൽ പോവാം. നമ്മൾ വന്നിട്ട് വളരെ കുറച്ച് ടൈം ആയതേ ഉള്ളൂ, അപ്പോഴത്തേനും ഇവിടെ ഫുള്ള് ഫോഗ് താഴേന്ന് കയറി ഇവിടെ ഫുള്ള് മുകളിലൊക്കെ ആയി അല്ലേ, നമുക്കിപ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പം നമ്മുടെ പീക്ക് ഡിസ്ട്രിക്റ്റ് ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. പുതിയ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.